സ്നേഹികളെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഇയർ തിയോളജിയൻസ് അഭിമാന പുരസ്സരം നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. സത്യത്തിന് അസത്യത്തിൻ്റെ മുഖമുള്ള ഈ നാട്ടിൽ നേരിൻ്റെ മുഖം ഒരു ദാനിയേലിനെ തേടുന്നു. അന്ന് സൂസന്നയെ കുടുക്കുവാൻ അസത്യത്തിൻ്റെ മുഖമണിഞ്ഞ ന്യായപാലകർ ശ്രമിച്ചപ്പോൾ സത്യത്തിനുമേൽ അവർ വിരിച്ച അന്ധകാരത്തിൻ്റെ ആവരണത്തെ വലിച്ചു കീറുവാൻ അവിടെ ദാനിയേൽ ഉദയം ചെയ്തു. ഇന്നും ഈ സമൂഹം ഒരു ദാനിയേലിനെ അന്വേഷിക്കുന്നു. കാവലാകേണ്ടവർ കൈകളിൽ ആയുധമെടുത്തു കൊടുക്കുമ്പോൾ അഴിഞ്ഞു വീഴുന്ന പൊയ്മുഖം നമ്മെ വെല്ലുവിളിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാദിക്കുമ്പോഴും മാധ്യമധർമ്മം ശരിയായി വിനിയോഗിക്കപ്പെടാതിരിക്കുമ്പോൾ അഴിഞ്ഞു വീഴുന്ന പൊയ്മുഖം നമ്മെ അസ്വസ്ഥരാക്കുന്നു. നീതിയുടെ കിരണങ്ങൾ അലയടിക്കേണ്ട ന്യായാസനങ്ങളിൽ അനീതി താണ്ഡവമാടുമ്പോൾ പൊളിഞ്ഞു വീഴുന്ന പൊയ്മുഖം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സത്യം എത്ര തന്നെ മറയ്ക്കപ്പെട്ടാലും ആ സത്യത്തിൽ നിന്ന് പ്രകാശിക്കുന്ന പ്രകാശത്തെ ഏറെ നേരം തടഞ്ഞു വയ്ക്കാൻ ഒന്നിനും സാധ്യമല്ല. കാരണം എപ്പോഴെല്ലാം സത്യം അടിച്ചമർത്തപ്പെടുന്നുവോ അവിടെയെല്ലാം നേരിൻ്റെ സ്വരമായി ഒരു ദാനിയേൽ പ്രവാചകനും ഉണ്ടായിരിക്കും. ആരാണ് ആ ദാനിയേൽ?
സംസാരിക്കട്ടെ. ജോപ്പാ, 8 മണിക്കുള്ള വാർത്തയിട്ടെ. ആ ന്യൂസ് പേപ്പറും കൂടെ എടുത്തോ. ശരിയപ്പാ. G20 ഉച്ചകോടി രാജ്യത്തിന് അഭിമാനം എന്ന ടാഗ് ലൈനോട് അവസാനിപ്പിച്ചപ്പോൾ അതിനായി കുടിയിറക്കപ്പെട്ടവരുടെ പുനരധിവാസം എന്ന് എന്ന ചോദ്യം ബാക്കിയാകുന്നു. 5 ലക്ഷത്തിലധികം പേരാണ് രാജ്യത്ത് കുടിയിറക്കപ്പെട്ടത്. ഡൽഹിയിൽ മാത്രം 30ഓളം ചേരികൾ തകർത്തു. വിദേശ രാഷ്ട്ര തലവന്മാർ കാണാതിരിക്കാൻ ചേരികൾക്ക് മുന്നിൽ കെട്ടിയുയർത്തി. എന്റെ പൊന്നപ്പ, ആ വോളിയൊന്ന് കുറയ്ക്ക്. എന്റെ അമ്മച്ചിയോട് കുറച്ചേരം സംസാരിച്ചോട്ടെ. ഒരായുസിന്റെ അധ്വാനം തകർത്തു കളയുമ്പോൾ ഞാനും കുറെയൊക്കെ സംസാരിച്ചതാ. എന്റെ പൊന്നു ഡോളിയമ്മേ, അമ്മച്ചി എന്നെ കാണണ്ട. ആ ചിരിച്ചോ ചിരിച്ചോ, ഞാനാണല്ലോ അനുഭവിക്കുന്നത്. ഹലോ, ആ പറയടാ. ആ ഞാൻ നാളെ നേരത്തെ എത്തും. ആ മകനെ പൊളിക്കണ്ടേ, നമ്മളെന്നെ ജയിക്കൂടാ. അമ്മമാരെ നിലം പരിശാക്കുന്നുണ്ട്. ആ അപ്പൊ ശരിടാ, നാളെ നേരത്തെ കാണാം. ഓക്കെ, ശരി. എന്റെ പൊന്നപ്പ, കുറെ നേരം ആയല്ലോ ഈ പത്രവായന തുടങ്ങിയിട്ട്. 5-8 കൊല്ലം ആയല്ലേ പത്രത്തിൽ വിരമിച്ചിട്ട്. ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? ആ ഇതിങ്ങനെ തലങ്ങും വിലങ്ങും വായിച്ച് PSC ടെസ്റ്റുകളുടെ പ്ലാനും വല്ല ഉണ്ടായിരിക്കും അല്ലേ? എടാ, വാർത്തകൾ വായിക്കാൻ മാത്രമുള്ളതല്ല, അതിനെക്കുറിച്ച് വിശകലനം കൂടെ ചെയ്യണം. നാം കാണുന്നതും കേൾക്കുന്നതുമല്ല സത്യം, അറിയുന്നതും കണ്ടെത്തുന്നതുമാണ്. ഈ വാട്സപ്പ് ടെസ്റ്റിലും ഫേസ്ബുക്ക് പോസ്റ്റിലും വരുന്ന വാർത്തകൾ അതേപടി വിഴുങ്ങുന്ന നിന്നെപ്പോലുള്ള യൂത്തന്മാർക്ക് പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല ഇത്. ആട്ടെ, എന്തായിരുന്നു ഫോണിലൊരു സീരിയസ് ചർച്ച? എന്റെ അപ്പ, ഞാൻ പറഞ്ഞില്ലേ നാളെ ഞങ്ങളുടെ കോളേജ് ഇലക്ഷനാ. ഒരു കുടുംബം ഒരു ലോകം എന്നതാണ് ഇക്കൊല്ലത്തെ ഞങ്ങളുടെ പാർട്ടി നയം. പിന്നെ സ്ഥാനാർത്ഥി ആരെന്ന് അപ്പനെന്നാ അറിയാലോ. അതുകൊണ്ട് ഇക്കൊല്ലവും ഞങ്ങളുടെ പാർട്ടി തന്നെ ജയിക്കും. ആ, ഒരു കുടുംബം ഒരു ലോകം എന്നൊക്കെ കേൾക്കാൻ കൊള്ളാം. എന്നാൽ നമ്മുടെ നാട്ടിൽ അതിഥികളായി വന്ന മറ്റു രാജ്യ നേതാക്കളുടെ കണ്ണുകൾക്ക് ആ തലസ്ഥാന നഗരിയിലെ ചേരി ഒരു അഭംഗിയായിരിക്കും. അതല്ലേ ഉള്ള പാർപ്പിടം പോലും പൊളിച്ച് അന്തിയുറങ്ങാൻ കൂര അന്വേഷിക്കുന്നവരുടെ നാട്ടിലിരുന്ന് മനുഷ്യ കേന്ദ്രീകൃത വികസനത്തെ പറ്റി സംസാരിച്ചത്. അതൊക്കെ അല്ലേടാ ഒരു അഭംഗി. ദേ തുടങ്ങി ഒരു സത്യാന്വേഷണം. അപ്പ എന്താണെന്ന് അറിയില്ല, എനിക്ക് നല്ല ക്ഷീണം. നാളെ നേരത്തെ കോളേജിൽ പോകണ്ടല്ലേ? ശരിയപ്പാ. എടാ, ആ ലെറ്റർ എടുക്കാൻ മറക്കണ്ട. അപ്പാ, ഇത് കുറെ ആയല്ലോ. നിനക്ക് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. ശരിയാ, ചെലവൊന്നുമില്ല. അപ്പം തരുന്ന ലെറ്റർ കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പ്രത്യേക ചെലവൊന്നുമില്ല. എന്റെ ബൈക്കിലെ പെട്രോൾ ഓപ്പറേഷൻ ആയാലും വെള്ളമാണല്ലോ. നീ കൂലിപ്പണിക്ക് പോയിട്ടൊന്നും അല്ലല്ലോ പെട്രോൾ അടിക്കുന്നത്. ഇപ്പോഴും എന്റെ പോക്കറ്റിൽ നിന്നല്ലേ ഊറ്റുന്നത്. 2 കാലിൽ നിൽക്കാറാകുമ്പോ പറഞ്ഞാതി ആ ചെലവിന്റെ കഥയൊക്കെ. എന്നാ ശരിയപ്പാ. ആ, വലിയ നേതാവാകുന്നതൊക്കെ കൊള്ളാം. വന്ന വഴിയും നീട്ടിയ കരങ്ങളെയും മറക്കരുത്, പിന്നെ സത്യത്തെയും.
രാവിലെ തന്നെ ക്ഷീണാണല്ലോ. എന്ത് പറ്റി? എടാ മോനെ, ഞാനേ ഇവിടെ കാറ്റുവെള്ളം വന്നിക്കല്ല. ഇക്കണ്ട രാത്രി മുഴുവൻ ഇവിടെ കാവൽ നിന്നിട്ട് ഒരു നേരം കണ്ണടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ്. രാവിലെ അവൻ വന്ന് ചോദിക്കുന്നു, എന്താ രാമയുടെ ക്ഷീണോ? ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ആ അതിവിടെ എടാ, എന്താണ് ഇത്ര നേരത്തെ? എന്റെ ചേട്ടാ, നമ്മുടെ ഇലക്ഷൻ അല്ലേ എന്ന് പൊളിക്കണ്ടേ? ആ ഇലക്ഷൻ, ഞാൻ ആ കാര്യം മറന്നു. പൊളിച്ചോ ചേട്ടാ, നമ്മുടെ കോളേജ് ഉണ്ടല്ലോ അല്ലേ? കോളേജ് ആ ദേ അടുത്തത്. എടാ ഉവ്വേ, അറിയാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ കോളേജ് എന്താ വല്ല പട്ടിക്കൂടോ കോഴിക്കൂടോ വല്ലാണോ തൂക്കിയെടുത്ത് മാറ്റി വെക്കാൻ? അത് അവിടെ തന്നെ ഉണ്ട്. നീ കോളേജിനോർത്ത് നീ വിഷമിക്കണ്ട. മോനെ ഇങ്ങോട്ട് വന്നേ. മോൻ്റെ 2 കൂട്ടുകാര് ആ വഴി അങ്ങോട്ട് ഇപ്പൊ പോയതേ ഉള്ളൂ കോളേജിനകത്തോട്ട്. ഓടിയോ? ഓടി. അപ്പൊ ശരി ചേട്ടാ, വരെ തിരക്കാണ്. എന്തോ ചേട്ടാ, പിന്നെ കാണാം. ശരി ചേട്ടാ, ബൈ. ആ ശരി. അച്ഛാ, നിനക്ക് ഉറക്കയില്ലേ? കളയരുതമ്മിണിയെ പുതു സമ്മാനമാക്കൂ സോദരിയെ. ജയമെന്തുന്ന മുക്കേ പൈങ്കിളിയെ, ജയ് കേരള വിദ്യാർത്ഥി മുന്നണിയെ. ചെങ്കതിരണിയാൻ കൂടെ വരൂ, നല്ല സഖാവിനൊരോട്ടു തരൂ, ഈ നാടിനു വേണ്ടി ഒരോട്ടു തരൂ. വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്. ഈ നോട്ട് ചുടുമനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. മതകളയരുതമ്മിണിയെ, പുതു സമ്മാനമാക്കൂ സ്വാതരിയെ. പാർട്ടിക്കോട്ടില്ല 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 പാർട്ടിക്കോട്ടില്ല. നല്ല വോട്ട് വേണ്ട ജഞ്ചോരേ. If you continue this behavior, see, this whole program will be cancelled. Is it clear to you all? Go to the classes, go to the departments. Please disperse. Go to disperse. പ്രിൻസിപ്പൾ മുട്ട കലിപ്പിലാണടാ. നിനക്കറിയാലോ പുള്ളിനാ. എടാ പിന്നെ ഒരു കാര്യം പറയാൻ വിളിച്ചാണ്. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ വർഷം അവൻ വോട്ട് പിടിച്ച് ഈ പ്രാവശ്യം എന്ത് വില കൊടുത്ത് നമുക്ക് ജയിക്കണം. അവനെ നല്ല പിടിപാടാടാ. നമ്മക്കില്ല പിടിപാട്. അല്ലടാ, ഇത്തവണ നമുക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം. ഇത്തവണ BA മൊത്തം നമ്മ പിടിക്കും. അതല്ല ഞാൻ പറയണത്, എനിക്കാണ് ഈ പാർട്ടിന്ന് ഒടുക്കത്തെ പിടിപാടാണ്.
പ്രഷറും കൂടുതലാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജയിച്ചിട്ടേ എനിക്ക് അങ്ങോട്ട് തിരിച്ചു കയറാൻ പറ്റുള്ളൂ. അതെന്താണ്? നിനക്ക് പേടിയാണോ? പേടിയൊന്നുമില്ല. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി. ഹലോ, ആ സ്റ്റീഫനാണ്. ഞാൻ എന്റെ കോളേജിലുണ്ട്. ഇപ്പൊ തന്നെ വരാം. എടാ ഞാനേ ആ കവല ഒന്ന് പോട്ടെ. എടാ സഖാവ് കുറെ നേരം വെച്ചിരിക്കണം. നിനക്കറിയാൻ പാടില്ല സഖാവ്? എനിക്കറിയാൻ പാടില്ല. അറിയാനാണ്. ഞാൻ എന്തായാലും ഒന്ന് പോട്ടെ. നീ വേഗം പോയിട്ട് വാ. നമ്മുടെ മോട്ടം എന്തായിരുന്നു? ഞാൻ മറന്നുപോയി. മറന്ന എടാ മറക്കല്ലേ. ഞാൻ പറയാ, ആ കൊടിയെടുത്ത് കുത്ത്, തോരണമെടുത്ത് കെട്ട്, അപ്പൊ കിട്ടും വോട്ട്. ഞാൻ മറക്കരുതേട്ടാ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ. നമുക്ക് പോയിട്ടേ ഫ്ലെക്സ് എടുത്ത് വെക്കാം. എടാ പിന്നെ ഉണ്ടല്ലോ, നമ്മ വിളിച്ചറിഞ്ഞ പടക്കക്കാരനുണ്ടല്ലോ, ആ പടക്കക്കാരൻ അയാൾ ആ കവലയിൽ വന്നിട്ടുണ്ട്. എത്തിയിട്ടുണ്ടോ? ഞാൻ പോയാ പടക്കം മേടിച്ചിട്ട് തരാം. ശരിടാ. നിന്റെ വണ്ടി താക്കോലിനായിട്ട്. ശരി, ഓക്കെ. വേഗം പറഞ്ഞേ. ഓക്കേടാ, ഓക്കെ. ശരിടാ. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ഈ കൊല്ലത്തെ യൂണിയൻ ചെയർമാൻ ഇലക്ഷൻ ഉടനെ ആരംഭിക്കുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളും കോളേജിന്റെ മുൻഭാഗത്ത് ഒത്തുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കോളേജ് ഇലക്ഷൻ കമ്മീഷണർ പ്രൊഫസർ സ്റ്റെനിസ്ലാവുസ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദയവായി അല്പനേരം കഴിഞ്ഞ് വിളിക്കുക. സ്വിച്ച് ഓഫ് ആണല്ലടാ, കിട്ടണല്ല. ഒരു കാര്യം ചെയ്യും, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് അവിടെ മാറിക്കാം. കറക്റ്റ് സമയത്താണ് പോയി. നീ നമ്മുടെ മെസ്സിക്ക് വണ്ടിയുടെ താക്കോൽ കൊടുത്തായിരുന്നാ? കൊടുത്തു. എടാ മെസ്സിയുടെ വണ്ടിയും സ്റ്റീഫന്റെ വണ്ടിയും കൂട്ടിയിടിച്ചിട്ട് സ്റ്റീഫൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. സീരിയസ് ആണെന്നാ പറഞ്ഞു കേട്ടത്. സീരിയസ്? കവലയിലൊക്കെ ഒരു സംസാരമുണ്ട്. നീയാണ് മെസ്സിനെ കൊണ്ട് ഇടിപ്പിച്ചെന്നാ പറഞ്ഞു കേൾക്കുന്നത്. ഞാന് പാർട്ടിയിലൊരു സംസാരമുണ്ട്. നീ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലായിരിക്കോട്ടാ. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ കോളേജിലെ MA പോളിറ്റിക്സ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയും SFK പാർട്ടി ചെയർമാൻ മത്സരാർത്ഥിയുമായ സ്റ്റീഫൻ ടി ജോയ് ഒരു ബൈക്ക് അപകടത്തിൽ മരിച്ച വിവരം നിങ്ങളെ ഖേദപൂർവം അറിയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് നടക്കാനിരുന്ന ഇലക്ഷൻ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നീട്ടിവെച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾ കോളേജ് പരിസരത്ത് കൂട്ടം കൂടി നിൽക്കാതെ പിരിഞ്ഞു പോകേണ്ടതാണ്.
कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमाह्निकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमाह्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु സോറി ചേട്ടാ ക്ഷമിക്ക് ചേട്ടാ त्रैलोक्यं मङ्गलं പാല് കൊടുക്കാനുണ്ട് उत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु समस्त जगतां मधुकैटभारेः वक्षो विहारि ഞാൻ അവന്റെ അടുത്ത് പലവട്ടം പറഞ്ഞതാ മര്യാദക്ക് പത്രം ഇടണമെന്ന്. ഇന്നലെ കൊണ്ടാവും എന്റെ പാൽപാത്രം കയറിയിട്ടേക്കുന്നു. ഇന്ന് എന്റെ മുതുകേക്കുന്നു. എന്തായാലും കൊള്ളാം. എനിക്കൊരു പതിവ് ചായ എടുത്തോണ്ട. പാലിപ്പോ കൊണ്ടുവന്നേ ഉള്ളു. വേറെ എന്തെങ്കിലും വേണോ? വേറെ ഇത് തരാനൊന്നുമില്ല. പിന്നെ ഓണത്തിന് ചോദിച്ചതേ ഉള്ളു. രാവിലെ നല്ല ഫോമിലാണല്ലോ. ആകാശവാണി നമസ്കാരം. ആ ആര് നമ്മുടെ താമരയാ? എന്തൊക്കെയുണ്ടെന്നാ ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കണത്? G20 ഉച്ചകോടിയാണെന്ന് പറഞ്ഞിട്ട് 30 ചേരി അങ്ങോട്ട് പൊളിച്ച് 5 ലക്ഷം പേര് വഴി കിടക്കും. ആർക്കും വീടില്ല. നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കുന്നത്? അതൊക്കെ രാജ്യത്തിന്റെ പുരോഗതിക്കാണോ? ഇങ്ങനെ രാജ്യം പുരോഗമിച്ചു കഴിഞ്ഞാലേ 47 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ പകുതി ഉണ്ടാവൂല. നിങ്ങൾ ഇന്ത്യയുടെ പകുതിയായിട്ട് പൊളിച്ച് നിൽക്കുമല്ല. പിന്നെ ഈ പേര് മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല. എടോ താൻ ഈ വാർത്തകൾ മാത്രം വായിക്കുന്നോളോ? കഴിഞ്ഞ ദിവസമല്ലേ ഞങ്ങൾ ചന്ദ്രനിലേക്ക് ഒരാളെ കയറ്റി അയച്ചേക്കുന്നത്. അടുത്ത സൂര്യനിലേക്ക് കയറ്റി ഒരാളെ അയക്കാൻ പോകുന്നു. ഉടനെ കാല് കുത്തും. ചന്ദ്രനിലേക്ക് ആളെ കയറ്റി. സൂര്യനിലേക്ക് ആളെ ഇറക്കിയിട്ടുണ്ട്. ഇറക്കാൻ പോകുന്നു. രാജ്യത്തിന്റെ ശാസ്ത്ര പുരോഗതിയിൽ നിങ്ങൾക്ക് ഭയങ്കര ശ്രദ്ധയുള്ള അത് പിന്നെ ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ളതാണ്. ഇൻബിൽഡ് ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. സോറി, നോ കമന്റ്സ്. ഓക്കെ അപ്പൊ പറ്റില്ല മതി. വരണ്ട വരണ്ട. സാറേ, സാറിന് എന്താ വേണ്ടേ? കടുപ്പം കുറിച്ചൊരു ചായ എടുക്കേട്ടാ. അല്ല, ഇവിടെ ആദ്യമായിട്ടാണ് തോന്നുന്നു. ഇതിനും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ അടുത്തുള്ളതാ. കുറെ വർഷം ബിസിനസ് ഒക്കെ ആയിട്ടേ പുറത്തായിരുന്നോണ്ട് അറിയാൻ വഴിയില്ല. ഇങ്ങനെ വഴിയില്ലല്ലോ. അതെ, അങ്ങനെ വരാൻ വഴിയില്ല. ഞാനത് ആലോചിക്കണത്. കാരണം ഇവിടെ രാമേട്ടൻ അറിയാത്ത ആരുമില്ല. ഇവിടെ ഓരോ പ്രാവശ്യവും മാറി മാറി വന്ന പോസ്റ്റ്മാൻമാർക്ക് വരെ അഡ്രസ് പറഞ്ഞു കൊടുക്കുന്ന രാമേട്ടൻ. അടുത്തുള്ളത് വെച്ചാലേ ഇവിടെ 2-3 കിലോമീറ്റർ അകലെയാ. പിന്നെ രാവിലെ നടക്കാൻ ഇറങ്ങിയതാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുറത്തായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല എന്നെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ.
ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശത്തിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ കമ്മിറ്റി രൂപീകരിച്ചു. രാജ്യത്തെ വസ്ത്രനിർമ്മാണ മേഖല 2030ഓടെ $100 ബില്യൺ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മന്നാനം CSU കോളേജ് SFK സ്ഥാനാർത്ഥി സ്റ്റീഫൻ ടി ജോയിയുടെ മരണം സാധാരണ ബൈക്ക് അപകടമല്ലെന്ന് പോലീസ്. 6 ദിവസത്തോളമായിട്ടും കേസന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നാരോപിച്ച് SFK സംസ്ഥാന പ്രസിഡന്റ് ഷാരോൺ ജോർജ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30. ആ വളവ് കഴിഞ്ഞ് കോളേജിനപ്പുറത്ത്. അല്ല, കോളേജിലെ ഇലക്ഷൻ ആയിരുന്നില്ലേ? അപ്പൊ അത് മാറ്റി വെച്ച. ഇലക്ഷൻ നടക്കേണ്ട ദിവസമായിരുന്നല്ലോ സംഭവം. ഇന്ന് 2 പാർട്ടിക്കാർ കോളേജിൽ ഉണ്ടായിരുന്നു. ഇവിടെ മറ്റേ മരിച്ചിറക്കാൻ അവ ഇവിടുത്തുകാരനല്ല, അവൻ കുറച്ച് ദൂരമുള്ള. അവിടെ മറ്റേ ചിറക്കില്ലേ നമ്മുടെ പാർട്ടിക്കാരൻ, അവ ഇവിടെ ഇടയ്ക്കൊക്കെ വരുന്നതാ. ഏത് മറ്റേ നോക്കിന്റെ ഈ വളവിന്റെ അടുത്തുള്ള അല്ല സാറിവിടെ ഉള്ളല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെ? അതെ, 5-8 കൊല്ലം മുമ്പേ ഞാൻ അങ്ങേര് ഒരുമിച്ച് പ്രവർത്തിച്ച, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. എന്തൊക്കെയുണ്ട്? സുഖമാണോ? താനിരിക്കണോ? മഞ്ഞാനത്തിന് ആ കൂടിയുള്ളൊരു കവിയല്ലേ? വേണ്ട വേണ്ട, ഞാൻ വീണ്ടും പറയണ വേണ്ട, ശരിയാവൂല. കണ്ടില്ലല്ലോ, എവിടായിരുന്നു? ആരാധകരുണ്ടാവും, ഏതെങ്കിലും കൈകളിൽ പെട്ടുപോയിട്ടുണ്ടാവും. ഞാനേ തിരക്ക് പിടിച്ച ഒരു കവിതയുടെ പണിപ്പുരയിലായിരുന്നു. കേൾക്കണം, ഏത് കവിതയുടെ പണിപ്പുരയിലായിരുന്നു? കഴിഞ്ഞ ആഴ്ച ഇങ്ങേര ആ ഓട്ടോക്കാരോട് സ്റ്റാൻഡിലിട്ട് തല്ലി പൂശി ഒരു വഴിയാക്കി, എന്നിട്ടാണ് കഥ പറയണത്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാലും കൊടുക്കാറ്. ഞാനേ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരും പരിതാപപ്പെട്ടവരുമായ ഓട്ടോക്കാരുടെ ജീവിതത്തെക്കുറിച്ച് കവിത എഴുതിയായിരുന്നു. അതൊരു വായിച്ചേപ്പിച്ചപ്പോ അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അവന്മാർക്ക് ആസ്വാദിച്ചിട്ട് പ്രാന്തന്മാരാണ്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഇവന്മാരോരുത്തന്മാരുണ്ട് ഇവിടെ, കലാകാരന്മാരെ ബഹുമാനിക്കറിയാത്തവന്മാർ. അല്ലെങ്കിലും ഇവന്മാർക്കൊന്നും കലാകാരന്മാരെ ബഹുമാനിക്കറിയില്ലല്ലോ. ആരില്ലേലും ഞാൻ ഉണ്ടല്ലേ പേടിക്കുന്നത്. ഇതാണ് രാമേട്ടൻ. രാമേട്ടനെ യഥാർത്ഥ കലാസ്വാദകൻ. രാമേട്ട ഒരു ചായ. ഞാൻ വീണ്ടും പറയാനാണ്, ഇതൊരു കോടാലി ആവും നിങ്ങൾക്ക്. അന്നിപ്പോളോ നമ്മുടെ പുതിയൊരു കവിത ഉണ്ട്. ലോകത്തിന് തന്നെ ദുഃഖത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെയും സങ്കടങ്ങളുടെയും വേദനകളുടെയും ഓരോരോ രാജ്യത്തിൻ്റെയും സാമ്പത്തിക സാമൂഹിക ശാസ്ത്രീയ രാഷ്ട്രീയ മാനുഷിക മൂല്യച്യുതിയുടെ പ്രതിഫലനമായി രാമേട്ടനാണ് ശരിക്കുള്ള കലാസാധകൻ. ചായ കുടിച്ചിട്ടില്ല, ഇപ്പൊ തന്നെ ഞാൻ പാടും. എന്റെ സ്വന്തം രാമേട്ടന് ഇപ്പൊ തന്നെ ഞാൻ പാടും. സബാഷ്. മകനേ, ഇത് ഇന്ത്യയുടെ അല്ല ഭാരതത്തിന്റെ ഭൂപടം. അതാണ് ഇന്ത്യ, അല്ലല്ല ഭാരതം. മകനേ, ഇത് ചൈനയുടെ ഭൂപടം. മകനേ, ഇത് അഫ്ഗാനിസ്ഥാന്റെ ഭൂപടം. കറുത്തത് അതാണ് അഫ്ഗാനിസ്ഥാൻ.
മകനേ 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 കയ്യിന്റെ ഭൂപടം നീ കാണാനാടാ ചായ കുടിച്ചിട്ട് പാടിയാ മതിയായിരുന്നു. ഓ വാ നടക്ക്. അല്ല നിങ്ങളെ കോളേജ് പിള്ളേരല്ലേ? അതേ ചേട്ടാ, രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയതാ. ആ കേസ് എന്തായി? അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എതിർ പാർട്ടിക്കാർ കൊന്നെന്നോ അതോ വേറെ പുറത്തുനിന്ന് കൊന്നെന്നൊക്കെയാ പറയുന്നത്. ചേട്ടാ കഴിക്കാനൊക്കെ ഉണ്ടോ? കഴിക്കാൻ പുട്ടുമുട്ടുണ്ട്, പിന്നെ അപ്പം ദോശയും. വേറെ എന്തെങ്കിലും? പൊറോട്ട ഒന്നുമില്ല ചേട്ടാ. ആരാണ് രാവിലെ ഒന്ന് പൊറോട്ട അടിക്കുന്നത് ഇവിടെ? ഇപ്പൊ നന്നായിട്ട് അടിക്കും. ചേട്ടാ ആ പുട്ടും പൊട്ട CSU കോളേജ് SFK സ്ഥാനാർത്ഥിയുടെ മരണം കൊലപാതകമെന്ന് സംശയം. CFK സ്ഥാനാർത്ഥി ജോസഫ് ടോളി അറസ്റ്റിൽ. പുനരന്വേഷണത്തിനായി പോലീസ് നടപടികൾ ആരംഭിച്ചു. ഇതാ MA പഠിക്കുന്ന ചെക്കനല്ലേ? ആ പാവം ചെക്കൻ ജോസഫ്. അവനെ പോലീസ് പിടിച്ചെന്ന്. അത് പാർട്ടിക്കാർ പെടുത്തി കാണും. പാവം പയ്യൻ. ഇതെല്ലാം പാർട്ടി കളിയടാ. എന്ത് പറയാനാ? വല്ലപ്പോഴും ആകുവാ ചേട്ടാ. ഇപ്പൊ തരാന്നേ. ഇന്നത്തെ ചായയുടെ കാശ്. ചേട്ടാ ഇപ്പൊ തന്നെ. എടോ തന്നെ കാണാൻ അവിടെ ഒരാൾ വന്നേക്ക്. എടോ തന്നോടാ പറഞ്ഞേ. തന്നെ കാണാൻ അവിടെ ആ വിസിറ്റിംഗ് റൂമിൽ ഇരിപ്പുണ്ട്.
ഓർഡർ. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പോലീസ് സമർപ്പിച്ച കുറ്റപത്രം അനുസരിച്ച് ഒന്നാം പ്രതിയും CFK പാർട്ടി മത്സരാർത്ഥിയുമായ ജോസഫ് ഡോളി CSC കോളേജിൽ ഇലക്ഷൻ നടത്താനിരുന്ന ദിവസം മെസ്സി എന്ന മറ്റൊരു കോളേജ് വിദ്യാർത്ഥിയും അതേ പാർട്ടി മെമ്പറുമായ ടിയാനെ കൊണ്ട് ജോസഫ് ഡോളി മനഃപൂർവ്വം വാഹനമിടിപ്പിച്ച് SFK നേതാവായ സ്റ്റീഫൻ ടി ജോയിയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് സമർപ്പിച്ച FIR. എന്നാൽ പ്രതിഭാഗം ഹാജരാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും രണ്ടാം പ്രതിയായ മെസ്സിയുടെ മൊഴികളിലെ വൈരുദ്ധ്യവും നിരീക്ഷിച്ച കോടതി മുമ്പാകെ മെസ്സി കുറ്റസമ്മതം നടത്തുകയായിരുന്നു. തന്റെ അശ്രദ്ധ മൂലം സംഭവിച്ച അപകടത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടാനായി ജോസഫ് ഡോളിയെ ബോധപൂർവം ഈ കേസിൽ ഇയാൾ ഉൾപ്പെടുത്തുകയായിരുന്നു. ആയതിനാൽ ജോസഫ് ഡോളി ഈ സംഭവത്തിൽ കുറ്റക്കാരനല്ലെന്നും കോടതി നിരീക്ഷിച്ചു. അതിനാൽ ജോസഫ് ഡോളിയെ നിരുപാധികം വിട്ടയക്കാൻ കോടതി ഉത്തരവാകുന്നു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഇത്തരമൊരു കുറ്റപത്രം സമർപ്പിച്ച പോലീസിന്റെ ഉദ്ദേശശുദ്ധിയെയും കുറ്റക്കാരനല്ലാത്ത ജോസഫ് ഡോളിയെ പ്രതിയാക്കിയ സംഭവത്തെയും കോടതി അപലപിക്കുന്നു. ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കോടതി ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു നിന്നെ ജയിലിൽ നിറക്കാൻ, പക്ഷേ എതിർ പാർട്ടിക്കാർ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് സാരല്ലടാ ഇറങ്ങിയില്ലേ. എടാ, നിനക്ക് വേണ്ടി വാദിച്ച വക്കീലില്ലേ, അയാൾ ആരാണ്? അയാളെ നിനക്ക് അറിയോ? എടാ എനിക്ക് അയാളെ അറിയില്ല, പക്ഷേ ഒരു ദിവസം അയാൾ എന്നെ കാണാൻ ജയിലിൽ വന്നു. അയാൾ ആ നോട്ടവും ആ സംസാരവും എന്തോ എന്നെ കുറിച്ച് എല്ലാം അറിയാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. വക്കീലേ, എനിക്ക് വേണ്ടി ഇന്ന് വാദിച്ചില്ലേ ആ വക്കീല് സാറ് കണ്ടോ? എടാ അയാള് കേസ് കഴിഞ്ഞപ്പോ എപ്പോഴേ പോയി. ഞാൻ ഒരു കാര്യം ചെയ്യും, അയാൾ ഓഫീസിലുണ്ടാവും, ഞാൻ അന്വേഷിക്കും. ചേട്ടാ ഒരു ഐസ് വരുത്തി. 1% damage. അല്ല കുട്ടിയെ ഈ ഒരു ഫോൺ വേണം. ഏത് ഫോണാ സാർ വേണ്ടേ? അതാ വേണു, ഇതേ ആ SFK നേതാവില്ലേ, അവന്റെ വാഹനപടത്തിന്റെ കേസ് ഫയലാ. ഇത് തൽക്കാലം ക്ലോസ് ചെയ്തേക്ക്. ആ പയ്യന്റെ കാര്യം എന്തായി സാറേ? ഓ, നീതിയൊക്കെ അർഹതപ്പെട്ടവർക്ക് അതാ സമയം കിട്ടൂടോ. എന്നാൽ മറ്റു ചിലരുണ്ടല്ലോ, അവരെ വിചാരണ നടത്താനോ
അവരെ പഴിക്കാനോ സാധ്യമല്ലെന്ന തലത്തില് ജീവിക്കുന്ന കുറെ പേരുണ്ട്. അവരൊക്കെ ഉള്ളിടത്തോളം കാലം സത്യത്തിന് എപ്പോഴും അസത്യത്തിന്റെ മുഖമേ ഉള്ളൂ. പിന്നെ അനീതിയുടെ നിലവിളിയും ഉയരും. ഓ, താനെന്നെ അന്വേഷിച്ച് ഇവിടെ എത്തിയല്ലേ? ആ വാ വാ, ഇരുന്നോ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ എനിക്ക് വേണ്ടി വായിച്ചത്? സത്യം, നീതി എന്നെ പറഞ്ഞു പഠിപ്പിച്ച എന്റെ അപ്പം പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ സാർ മോനെ, പത്രപ്രവർത്തകനായ നിന്റെ അപ്പനും ഞാനും 5-8 വർഷം മുമ്പേ ഒരുമിച്ച് പ്രവർത്തിച്ചവരാ. പിന്നെ വാർത്തയിലും പത്രത്തിലും കാണുന്നതും കേൾക്കുന്നതും വെറുതെ വായിച്ചു കളയുന്നവനല്ല നിന്റെ അപ്പൻ. അതിന്റെയൊക്കെ പിറകില് നിലവിളിക്കുന്ന കുറെ പാവപ്പെട്ടവരുണ്ട്. അവരുടെയൊക്കെ ശബ്ദമായിരുന്നു നിന്റെ അപ്പൻ. പിന്നെ അതിന്റെയൊക്കെ പേരില് കുറെ അയാൾക്ക് ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വന്നു. പക്ഷേ അയാൾ ഒന്നിനും തളർന്നില്ല. കത്തുകളിലൂടെ അയാൾ എന്നെ അയാളുടെ ആയുധമാക്കി. അങ്ങനെ എത്രയോ പേരെ അയാൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അവസാനം നിനക്ക് വേണ്ടി ആ കത്ത് കിട്ടിയ പിന്നെ ഞാൻ ആ ചായക്കടയിൽ ഒരു ദിവസം വന്നിരുന്നു. അവിടെന്നാ നിന്നെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് കിട്ടിയത്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് സാറേ. നന്ദി പറയേണ്ടത് നിന്റെ അപ്പനോടാ. ഈ കത്ത് ഇത് കഴിഞ്ഞ ആഴ്ച എന്റെ അപ്പൻ പോസ്റ്റ് ചെയ്യുന്ന കത്തല്ലേ? ആ, ഉറപ്പാ. ഈ കത്തും ഏതോ നിലവിളിക്കുന്ന പാവപ്പെട്ടവരുടെ ശബ്ദമാണ്. നിഷ്കളങ്കയായ സൂസനെ വസ്തുതകൾ ഗ്രഹിച്ച് വിചാരണ നടത്തി അധർമ്മികളുടെ കൈകളിൽ നിന്നും രക്ഷിച്ച ദാനിയേലിനെ ഇന്നും ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്നും ഉയരുന്നുണ്ട് അനീതിയുടെ നിലവിളി, വിവേചനത്തിന്റെ നിലവിളി, അന്യായമായി വിധിക്കപ്പെടുന്നവരുടെ നിലവിളി. എന്തേ നിങ്ങളുടെ കണ്ണുകൾ ഇതൊന്നും കാണുന്നില്ലേ? എന്തേ നിങ്ങളുടെ കാതുകൾ ഇതൊന്നും കേൾക്കുന്നില്ലേ? ഉണരാം നമ്മുടെ ശബ്ദം, ഉണർത്തണം ഉറക്കം നടിക്കുന്നവരെ. അങ്ങനെ നീയും ഒരു ദാനിയേലാകണം. അധാർമികതയുടെ വീഞ്ഞു പാനം ചെയ്ത് മയക്കത്തിലായ ഈ ലോകത്തിൽ ന്യായമായ നിലവിളിയുടെ ശബ്ദമുയർത്തുന്നവർക്ക് മുന്നിൽ നീതിക്കായി കേഴുന്ന മധുവും നീതിക്കായി ശബ്ദിച്ച സ്റ്റാൻ സ്വാമിയും ഗൗരി ലങ്കേഷും വൃദ്ധനായ ഗ്രോവാസുവും ഇന്നും ജീവിക്കുന്ന ദാനിയേലാണ്. ശ്വസിക്കുന്ന വായുവിലും അനുഭവിക്കുന്ന കാറ്റിനു പോലും അസ്വസ്ഥതയുടെയും രക്തത്തിന്റെയും ഗന്ധമേറി വരുന്ന ഈ നാട്ടിൽ നമ്മുടെ പ്രവാചക ദൗത്യം തുടരാം. അതിനായി അറിയാം നമ്മുടെ ലോകത്തെ.
സത്യമാകുന്ന വചനത്തിലൂടെ യഥാർത്ഥ സ്വാതന്ത്ര്യം കൈവരിക്കാം. അടിച്ചമർത്തപ്പെട്ടവരുടെ വഴികളിൽ പ്രകാശമാകാം. ഒടുവിലിതാ ഈ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കമായി പറന്നുയരാം. മറക്കാതിരിക്കാം, ഇനിയും സത്യത്തിൻ്റെ മുഖം വികൃതമാകും. അല്ല, അവർ വികൃതമാക്കും. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. അസത്യത്തിന് സത്യത്തിന്റെ മുഖം കൊടുക്കുന്ന ഈ നാട്ടിൽ നേരിന്റെ മുഖം ഒരു ദാനിയേലിനെ അന്വേഷിക്കുന്നു. അത് നീയാണ് തത്വമസി.